ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 350 വാട്ട് വീതമുള്ള 4 സോളാർ പാനൽ ഉപയോഗിച്ച് 1 കിലോ വാട്ട് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റൂഫ് ടോപ്പ് സോളാർ പാനൽ മൗണ്ടിംഗ് സ്ട്രക്ചർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പഠിക്കാം. ഈ സെഷന്റെ അവസാനം ഒരു 1 കിലോ വാട്ട് സോളാർ പാനൽ മൗണ്ടിംഗ് സ്ട്രക്ചർ ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിക്കും. ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമുള്ളവയെ നമുക്ക് നോക്കാം. പില്ലർ മൗണ്ട്സ് ക്വാണ്ടിറ്റി 2 numbers. കണക്റ്റിംഗ് ഫ്രെയിംസ് ക്വാണ്ടിറ്റി 2 numbers. സ്വിംഗിംഗ് റോഡ് ക്വാണ്ടിറ്റി 2 numbers. Angle adjusting rods quantity 2 numbers. Panel fitting arms quantity 8 numbers. Toolkit, mounting screws, bolts and nuts, washers, anchor bolts, tools, drilling machine, magnetic compass, marking pen and nail, thread, measuring tape, ruler, PPE kits. 1 kilowatt solar panel mounting structure നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോളാർ ഫോട്ടോവോൾട്ടിക് ഇൻസ്റ്റാൾ ചെയ്യുവാൻ വേണ്ടി റൂഫ് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണം. സോളാർ റിസോഴ്സ് നല്ല അളവിൽ തന്നെ കിട്ടണം. ഇൻസ്റ്റാൾ ചെയ്താൽ കപ്പാസിറ്റി റൂഫിന് നന്നായിട്ട് ഫിറ്റ് ആകും. ഈ സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റം 1 കിലോവാട്ട് എനർജി ഉറപ്പായിട്ടും നൽകും. ഈ റൂഫ് ടോപ്പിലുള്ള സോളാർ ഫോട്ടോവോൾട്ടിക് ഇൻസ്റ്റാളേഷൻ എല്ലാം ഫോട്ടോവോൾട്ടിക് പാനൽസിലും അറയിലുമായിരിക്കും അസംബിൾഡ് ആയിരിക്കുക. അതിനുശേഷം മൗണ്ടിംഗ് ഫ്രെയിംസ് ഈ പാനലിനൊരു സപ്പോർട്ടായും അതിനെ സെക്യൂറായും നിലനിർത്തും. വയറിംഗ്, ഇൻവെർട്ടേഴ്സ്, പിന്നെ മറ്റുള്ള കമ്പോണൻസ് എല്ലാം എത്തരത്തിലുള്ള ഇൻസ്റ്റലേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ റൂഫ് ടോപ്പിലുള്ള പില്ലർ മൗണ്ടിന്റെ മാർക്കിംഗ് ബേസ് നമുക്ക് കാണാം. റൂഫ് ടോപ്പിൽ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ സ്റ്റെപ്സ് ജാഗ്രതയോടെ ഫോളോ ചെയ്യണം. ആവശ്യമുള്ള PPE കിറ്റ്സ് നമ്മൾ ധരിക്കണം. പില്ലർ മൗണ്ടിനുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ കളക്ട് ചെയ്യണം. റൂഫ് ടോപ്പിൽ എല്ലാ ടൂൾസും നമ്മൾ കയ്യിൽ കരുതണം. കോമ്പസ് യൂസ് ചെയ്ത് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. 2 പോൾ പോയിന്റ്സിനെയും കണക്ട് ചെയ്യുന്നത് പോലെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം. അതായത് നിങ്ങൾ N and S എന്ന് മാർക്ക് ചെയ്ത മാർക്കിംഗ് പോയിന്റ്സ് ആണ് അത്. മൗണ്ടിംഗ് പില്ലർ ഈ കണക്റ്റിംഗ് ലൈൻസിന് അനുയോജ്യമായ രീതിയിൽ അലൈൻ ചെയ്ത് ശരിയായിട്ട് പ്ലേസ് ചെയ്യണം. ഇതിന്റെ ഹോൾസ് നമ്മൾ സീലിംഗിൽ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ഡ്രോയിങ് പോലെ തന്നെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഒരു സമാന്തര രേഖ കൂടി നമ്മൾ വരയ്ക്കണം. എന്നിട്ട് രണ്ടാമതൊരു പില്ലർ കൂടി വെച്ച് താഴെയുള്ള ഹോൾസ് സീലിംഗിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ഇപ്പോൾ പില്ലർ മൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഡയമെൻഷനും പാരലലിസമും വെരിഫൈ ചെയ്യുന്നത് പ്രധാനമാണ്. റൂഫ് ടോപ്പിൽ പില്ലർ മൗണ്ട് ബേസിന് ഡ്രിൽ ചെയ്യുന്നതിന് മുന്നേ അതിനുശേഷം 2 പില്ലർ ബേസിന്റെയും മാർക്ക് ചെയ്ത പോയിന്റിന് താഴെ ഡ്രിൽ ചെയ്ത് ദ്വാരങ്ങൾ ഉണ്ടാക്കണം. ആ ഹോൾസിനകത്ത് ആങ്കർ ബോൾസ് സെറ്റ് ചെയ്യണം. റൂഫ് ടോപ്പിൽ പില്ലർ ഫിക്സ് ചെയ്യുന്നത് നമുക്ക് കാണാം. പില്ലർ മൗണ്ടിൽ ആങ്കർ ബോൾസിന് അനുയോജ്യമായ രീതിയിൽ അലൈൻ ചെയ്തിട്ട് നട്ട്സ് കൊണ്ട് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് പില്ലർ മൗണ്ടിന് പാരലലായിട്ട് മാർക്ക് ചെയ്ത് സെക്കൻഡ് പില്ലറിനും ഫസ്റ്റ് പില്ലറിന് ചെയ്ത പോലെ തന്നെ ചെയ്യണം. സെക്കൻഡ് പാരലൽ പില്ലർ ഫിക്സ് ചെയ്ത് നട്ട്സ് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. പില്ലർസിന്റെ നടുവിലുള്ള പാരലലിസം നമ്മൾ ചെക്ക് ചെയ്യണം. റൂഫ് ടോപ്പിൽ പില്ലർ മൗണ്ടിന് വേണ്ടിയുള്ള ബാക്കി കോമ്പോണൻസ് നമ്മൾ അസംബിൾ ചെയ്യണം. ഫിനിഷ്ഡ് പില്ലർ മൗണ്ട്. പില്ലറിന്റെ ടോപ്പിൽ സ്വിംഗിംഗ് റോഡ്സ് ഇവിടെ അസംബിൾ ചെയ്യണം. പില്ലർ ആൻഡ് സ്വിംഗിംഗ് റോഡ്സിന്റെ നടുവിൽ വരുന്ന ആംഗിൾ അഡ്ജസ്റ്റ്മെന്റ് ലിങ്ക് റോഡ്സ് അസംബിൾ ചെയ്യണം. പില്ലർസിന്റെ മേലെ സ്വിംഗ് റോഡ്സിന്റെ നടുവിൽ കണക്റ്റിംഗ് ഫ്രെയിംസ് അസംബിൾ ചെയ്യേണ്ടതും ആവശ്യമാണ്. ഈ ഫ്രെയിംസ് എല്ലാം തന്നെ സൗത്ത് സൈഡ് ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. എല്ലാ ബോൾട്സും ടൈറ്റ് ചെയ്യാൻ പാടില്ല. അഡീഷണൽ മൗണ്ടിംഗ് കിറ്റ്സ്. ഡിഫറൻ്റ് ആയിട്ടുള്ള മൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൊണ്ട് റൂഫിന് അനുയോജ്യമായ രീതിയിൽ സിസ്റ്റത്തിന്റെ ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടതും ആവശ്യമാണ്. റാക്ക് മൗണ്ട്, ഫ്ലഷ് മൗണ്ട്, റൂഫ് മൗണ്ട്, വാൾ മൗണ്ട്, പോൾ മൗണ്ട്, ഗ്രൗണ്ട് മൗണ്ട് ആൻഡ് ബാലസ്റ്റ് മൗണ്ട് ഇതൊക്കെയാണ് കോമൺ. ഇന്റഗ്രേറ്റഡ് മൗണ്ട് ബിൽഡ് ചെയ്യുന്നത് ഗ്രീൻ ബിൽഡിംഗ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒന്നാണ്. സോളാർ പാനൽസ് 350 വാട്ട്സ് ഇൻറ്റു 4 നമ്പേഴ്സിനെ മൗണ്ടിംഗ് സ്ട്രക്ചറിൽ സെറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. ആവശ്യമുള്ള PPE കിറ്റ്സ് ധരിച്ചിരിക്കണം. റൂഫ് ടോപ്പിൽ പില്ലർ മൗണ്ടിനായുള്ള ഫിനിഷ്ഡ് സ്ട്രക്ചർ യൂസ് ചെയ്യണം. ഇപ്പോൾ ഫ്രെയിംസിന്റെ മേലെ എല്ലാ പാനൽസും അസംബിൾ ചെയ്ത് എല്ലാം തന്നെ സൗത്ത് സൈഡിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ആംഗിളിൽ വെക്കണം. എല്ലാ ഫിറ്റിംഗ്സും ശരിയായിട്ടാണോ ഇരിക്കുന്നതെന്നും ചെക്ക് ചെയ്യണം. സോളാർ പാനൽസിന്റെ നടുവിലുള്ള വിൻഡ് ഗ്യാപ്പും ചെക്ക് ചെയ്യണം. ബേസിൽ നിന്ന് റൂഫിലേക്കും പില്ലറിൽ നിന്ന് ഫ്രെയിമിലേക്കുമുള്ള നെറ്റ്സിന്റെയും ബോൾസിന്റെയും ടൈറ്റ്നസ് ശരിയായിട്ട് ചെക്ക് ചെയ്യണം. പാനൽസിൽ നിന്ന് ഫ്രെയിംസിന്റെ ഫിറ്റിംഗ് പോയിന്റ്സിന്റെ ടൈറ്റ്നസും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ സെഷനിൽ എന്താണ് പഠിച്ചതെന്ന് നോക്കാം. ഒരു 1 കിലോവാട്ട് സോളാർ പാനൽ മൗണ്ടിംഗ് സ്ട്രക്ചർ ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന്. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.